നിങ്ങളാളെ പറയുന്നത് വണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പഴയ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ വരഞ്ഞു പോകും. വണ്ടി കഴിയില്ലാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പേരൂക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ അയ്യോ ഇത് കഴിയിട്ടില്ല, പുതിയ നല്ല വണ്ടിയായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളും പുറത്തോട്ട് പോകുമ്പോൾ നോക്കാം, അത് കഴുകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നുള്ളേ ഉള്ളൂ. ഞാനും കഴുകുമെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ എപ്പോഴും നിങ്ങളെ കണ്ടില്ലേ എന്നോട് പ്രതിഷേധിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ എന്റെ ഓഫീസ് ചോദിച്ചാൽ അത് ഞാൻ വിവരങ്ങൾ തരാം. കാരണം എപ്പോഴും നമ്മൾ വഴി വെച്ച് സംസാരിക്കണ്ട, നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കാം. വഴി വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ. ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഊഹിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ പറയാനുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് പറയുന്നവനാണ്. നിങ്ങൾ ഊഹിച്ചേച്ച് മറ്റേ ആൾ ഊഹിച്ചതുപോലെ ഊഹിച്ചേച്ച് വെറുതെ ആളുകളെ തമ്മിൽ വെറുപ്പിക്കരുത് എന്നൊരു ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തിനാണ് എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കുന്നത്? ഒരു കാര്യമില്ലാതെ ആ വിവാദം നിങ്ങളെല്ലാവരും പറഞ്ഞ് കേട്ടതാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എനിക്കിതിൽ ചോർച്ചയുണ്ടെന്നും പൈസ ഇല്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ യൂണിയന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ, അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞില്ല.